ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് റഷ്യയും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ആയിരുന്നു ഈറ്റില്ലമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഫുട്ബോളുകൾക്ക് ഫണ്ട് ഇറക്കുന്നത്. അറബ് രാജ്യങ്ങളാണ്. എണ്ണപ്പണം കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായി അവർ കൈയടക്കിയിരിക്കുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കുന്ന കാലം വിദൂരമല്ല. എന്തേ നിർത്തിക്കളഞ്ഞത്? ഇപ്പൊ വേൾഡ് കപ്പിലുള്ള പോലെ ഹൈഡ്രേഷൻ ബ്രേക്ക് പോലെ ഇനി ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ കളി നിർത്തിയിട്ട് എല്ലാവരും നിസ്കരിക്കേണ്ടി വരും. അതും കൂടി പറയും. വെറുതെ അല്ല ഇന്ത്യ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ഒരു 11 പേരെ ഇന്ത്യക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്. ഇതുപോലുള്ള ആളുകളല്ലേ ഇവിടെ ഉള്ളത്. എടോ തന്തേ, ഇത് ഫുട്ബോളാണ്. അതിൽ മതം കലർത്തല്ലേ ദയവ് ചെയ്തിട്ട്. അതിൽ മതമില്ല, രാഷ്ട്രീയം ഇല്ല, ജാതി മത ഭേദമന്യേ സ്പോർട്സ് അതായിട്ടാണ് ആളുകൾ കാണുന്നത്. ആ ആളുകളുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്യല്ലേ, പൊട്ടത്തരം വിളിച്ചു പറയല്ലേ. നാളെ ഫിഫ എന്നുള്ള അൽ ഫിഫ ആവും. അൽ ബ്രസീല്, അൽ അർജന്റീന. എന്തേ നമ്മുടെ ഇന്ത്യക്ക് ഒരു പേരെടുക്കുക, അൽ ഇന്ത്യ. ഒന്ന് പോടോ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. ഇപ്പൊ എന്താ ഇയാളെ വിളിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞാണേ. വല്ലാത്ത ജാതിലേ. കണ്ടിട്ട് ചിറിയും വരുന്നുണ്ട്, എന്നിട്ടൊരു സൈഡിൽ കൂടി ഒരു അമർഷവും വരുന്നുണ്ട്. രണ്ടിൻ്റെ ഇടയിലുള്ള അവസ്ഥ വല്ലാത്ത ജാതി. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടല്ലോ.